ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ഭക്തിയോഗത്തിലെ ഭാവങ്ങൾ. ഭക്തിയിൽ 6 വിധത്തിലുള്ള ഭാവങ്ങളുണ്ട്. ശാന്തഭാവത്തിൽ ഭക്തൻ ശാന്തം അല്ലെങ്കിൽ സമാധാനം ഉള്ളവനായിരിക്കും. അവൻ ചാടുകയോ നൃത്തം വയ്ക്കുകയോ ചെയ്യുന്നില്ല. അവൻ വളരെ വികാരാധീനനല്ല. അവൻ്റെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞിരിക്കുന്നു. ഭീഷ്മർ ഒരു ശാന്ത ഭക്തനായിരുന്നു. ശ്രീ ഹനുമാൻ ദാസ്യഭക്തനായിരുന്നു. ഹനുമാന് ദാസ്യഭാവമാണ്. ഹനുമാൻ രാമനെ പൂർണ്ണ മനസ്സോടെ സേവിച്ചു. സാധ്യമായ എല്ലാ വഴികളിലും അദ്ദേഹം തൻ്റെ യജമാനനെ പ്രസാദിപ്പിച്ചു. തൻ്റെ ഇഷ്ടമൂർത്തിയുടെ സേവനത്തിൽ അദ്ദേഹം സന്തോഷവും ആനന്ദവും കണ്ടെത്തി. സഖ്യഭാവത്തിൽ ഈശ്വരൻ ഭക്തൻ്റെ സഖാവാണ്. കൃഷ്ണനോട് അർജുനന് ഈ ഭാവമായിരുന്നു. ഭക്തൻ ഭഗവാനോട് സമഭാവത്തിൽ പെരുമാറുന്നു. അർജുനനും കൃഷ്ണനും ഉറ്റ സ്നേഹിതന്മാരെ ഇരുന്നും ഭക്ഷണം കഴിച്ചും സംഭാഷണം ചെയ്തും നടന്നും ജീവിച്ചു. വാത്സല്യഭാവത്തിൽ ഭക്തൻ ദൈവത്തെ തൻ്റെ കുട്ടിയായി കാണുന്നു. യശോദയ്ക്ക് കൃഷ്ണനോട് ഈ ഭാവമായിരുന്നു. ഭഗവാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുട്ടി ആയതിനാൽ ഈ ഭാവത്തിൽ ഭയം ഇല്ല. ഒരമ്മ തൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ ഭക്തൻ ഈശ്വരനെ സേവിക്കുകയും ഭക്ഷണം കൊടുക്കുകയും നോക്കുകയും ചെയ്യുന്നു. 5ാമത്തെ ഭാവം സഖ്യഭാവമാണ്. ഇത് ഗോപീഭാവം എന്ന പേരിലും അറിയപ്പെടുന്നു. രാധയും കൃഷ്ണനും വേർപെടുമ്പോൾ ഗോപികൾ അവരെ യോജിപ്പിച്ചു. അവർ രാധയും കൃഷ്ണനുമായി താതാത്മ്യം പ്രാപിക്കുകയും ആ ഐക്യത്തിൽ നിന്നുണ്ടായ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. അവസാനത്തെ ഭാവം മാധുര്യഭാവം അല്ലെങ്കിൽ കാന്തഭാവം. ഇത് ഏറ്റവും ഉയർന്ന ഭക്തിഭാവമാണ്. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ഇതാണ് ആത്മസമർപ്പണം. പ്രിയനും പ്രണയിനിയും ഒന്നായി തീരുന്നു. ഭക്തനും ഭഗവാനും ഒന്നാണെന്ന അനുഭവം ഉണ്ടാകുന്നു. അവർ തമ്മിലുള്ള പ്രേമലീലയുടെ ആനന്ദം ആസ്വദിക്കുന്നതിനായി അല്പം വ്യക്തിത്വം നിലനിർത്തുന്നു. ഇത് വേർപാടിലെ ഏകത്വവും ഏകത്വത്തിലെ വേർപാടുമാണ്. ഈ ബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടേതാണ്. ജയദേവൻ, മീര, ആണ്ടാൾ എന്നിവർക്ക് ഈ ഭാവമായിരുന്നു. അപരാഭക്തിയും പരാഭക്തിയും. അപരാഭക്തി, പരാഭക്തി എന്നിങ്ങനെ ഭക്തി 2 വിധത്തിലുണ്ട്. അപരാഭക്തി താഴ്ന്ന ഭക്തിയാണ്. അപരാഭക്തിയിൽ ഭക്തൻ ഒരു സാധകനാണ്. അവൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നു. അവൻ്റെ ഹൃദയം വിശാലമല്ല. അവൻ വിഭാഗീയത ഉള്ളവനാണ്. മറ്റ് ദേവതമാരെ ആരാധിക്കുന്ന ഭക്തരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പരാഭക്തിയുള്ള ഭക്തൻ എല്ലാം സ്വീകരിക്കുന്നവനും എല്ലാം ഉൾക്കൊള്ളുന്നവനുമാണ്. അവൻ വിശ്വപ്രേമിയാണ്. ഈ മുഴുവൻ ലോകവും അവന് വൃന്ദാവനമാണ്. അവൻ പ്രാർത്ഥിക്കാനായി അമ്പലത്തിൽ പോകാറില്ല. അവൻ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു. ഈ ലോകം ഈശ്വരൻ്റെ പ്രകടിത രൂപമാണെന്നും എല്ലാ ചലനങ്ങളും കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ ലീലയാണെന്നും അവൻ വിശ്വസിക്കുന്നു. വിസർജ്യങ്ങളോടോ മാലിന്യത്തോടോ ചണ്ടാലനോടോ തോട്ടിയോടോ ചെരുപ്പുകുത്തിയോടോ ഭിക്ഷക്കാരനോടോ വേശ്യയോടോ കള്ളനോടോ അവന് വെറുപ്പില്ല. അവൻ പറയുന്നു, ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ കാണുന്നു. വേശ്യയായിട്ടും കള്ളനായിട്ടും കൊള്ളക്കാരനായിട്ടും തോട്ടിയായിട്ടും ലീലകളാടുന്നത് ഹരിയാണ്. അവന് എല്ലാം സ്വീകരിക്കുന്നതും എല്ലാം ഉൾക്കൊള്ളുന്നതും ഉത്കൃഷ്ടവുമായ മാനസികാവസ്ഥയുണ്ട്. ഇത് വിവരിക്കാൻ മതിയായ വാക്കുകളില്ല. മീര, ഗൗരാംഗൻ, ഹഫീസ്, തുളസീദാസ്, കബീർ, രാമദാസ് എല്ലാവരും ഈ അവസ്ഥ ആസ്വദിച്ചു. നാമദേവ് ഒരു നായയോട് പറഞ്ഞു, ഓ വിഠല, ഈ നായയുടെ രൂപത്തിലുള്ള എൻ്റെ പ്രേമസ്വരൂപ, ഉണങ്ങിയ റൊട്ടിയും കൊണ്ട് ഓടിപ്പോകരുത്. അത് നിന്റെ മൃദുവായ തൊണ്ടയെ വേദനിപ്പിക്കും. ഈ റൊട്ടിയിൽ നെയ്യ് പുരട്ടാനായി എന്നെ അനുവദിക്കൂ. അദ്ദേഹം ഒരു കപ്പിൽ നെയ്യുമായി നായയുടെ പുറകെ ഓടി. കീഴ്ജാതിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ശ്രീരാമകൃഷ്ണദേവൻ നമസ്കരിച്ചു. ഓ കാളി മാതാവേ, ഞാൻ ഈ പെൺകുട്ടിയിൽ അമ്മയെ കാണുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ഭക്തനായ ഏകനാഥ് വീട്ടിൽ വന്ന കള്ളന് സ്വമേധയാ മോതിരം കൊടുത്തു. ഓ തസ്കര, ഈ മോതിരം എടുത്തുകൊള്ളുക. നിന്റെ കർമ്മം കളവ് ചെയ്യുക എന്നതാണ്. നീ കൃഷ്ണനാണ്. ഈ ലീല നീ തുടരുക. ഒരു പുതിയ കാഴ്ചപ്പാടുള്ള ഈ ഉത്കൃഷ്ട ഭക്തരുടെ
ഉന്നതമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കും വരും ഒരു ദിവസം. പ്രയത്നിക്കൂ, കഷ്ടപ്പെടുക. പരാഭക്തിയും ജ്ഞാനവും. പരാഭക്തി ജ്ഞാനമാണ്. പരാഭക്തിയും ജ്ഞാനവും ഒന്നാണ്. കേവല അദ്വൈതജ്ഞാനിയായ ശ്രീശങ്കരൻ ശ്രീഹരിയുടെയും ഹരൻ്റെയും ദേവിയുടെയും ഭക്തനായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാളിയെ ഉപാസിക്കുകയും അദ്വൈത ഗുരുവായ തോത്താപുരിയിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലെ വിഖ്യാതമായ ജ്ഞാനി അയ്യപ്പ ദീക്ഷിതർ ശിവഭഗവാന്റെ പരമഭക്തനായിരുന്നു. പരാഭക്തിയുടെ ജ്ഞാനവും ഒന്നുതന്നെ. ഒരു ചെറിയ വ്യത്യാസം ഇതാണ്: ഒരു ഭക്തൻ അവൻ്റെ വികാരം ഉപയോഗിക്കുന്നു, ജ്ഞാനി അദ്ദേഹത്തിൻ്റെ ഇച്ഛയും ബുദ്ധിയും ഉപയോഗിക്കുന്നു. ഭക്തി സ്നേഹത്തോടെ ആരംഭിക്കുന്നു, ജ്ഞാനം ചിന്തയിലൂടെയും ആത്മവിശകലനത്തിലൂടെയും ആരംഭിക്കുന്നു. രണ്ടിൻ്റെയും അവസാനം ഒന്നു തന്നെ. രണ്ടിൻ്റെയും അന്ത്യം ഈശ്വരനുമായി ഐക്യം പ്രാപിക്കുക എന്നതാണ്. ഒരു ഭക്തൻ സങ്കോചിക്കുന്നു, ഉൾവലിയുന്നു. ഒരു വേദാന്തി വികസിക്കുന്നു. ഭക്തൻ സങ്കോചിക്കുകയും ആത്മസമർപ്പണത്തിലൂടെ ഈശ്വരനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ജ്ഞാനി വികസിക്കുകയും ദൃഢനിശ്ചയത്തിലൂടെ തിരിച്ചറിയലിലൂടെയും ബ്രഹ്മാവുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ജ്ഞാനം ഭക്തിയെ തീവ്രമാക്കുന്നു. ഈശ്വരനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനായി ജ്ഞാനികളായ ശങ്കരൻ, മധുസൂദനൻ, ശുകദേവൻ എന്നിവർ ഭക്തി സ്വീകരിച്ചു. നിങ്ങൾ ഭക്തിയോഗം പരിശീലിക്കുമ്പോൾ ജ്ഞാനം സ്വയം പ്രകാശിക്കും. ഈശ്വരനിലേക്കുള്ള സുഗമമായ നേരിട്ടുള്ള പാതയാണ് ഭക്തി. ഭക്തി തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലും മധുരമുള്ളതാണ്. അത് ഏറ്റവും ഉന്നതമായ, ഒരിക്കലും നശിക്കാത്ത ആനന്ദം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യപ്രേമം കൊളുത്തുക. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഉടനടിയുള്ള വഴി അതാണ്. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അവിടുത്തെ മഹിമയെക്കുറിച്ച് പാടുക, ഭഗവാന്റെ നാമം ഉരുവിടുക, ഭഗവത് കൃപയുടെ ഒരു മാർഗമായി തീരുക, ഭഗവാന്റെ ഇച്ഛയെക്കുറിച്ച് അന്വേഷിക്കുക, ഈശ്വരൻ്റെ ഇച്ഛ നടപ്പാക്കുക, അവിടുത്തെ ഇച്ഛയ്ക്ക് വഴങ്ങുക. നിങ്ങൾ പ്രപഞ്ച ഇച്ഛയുമായി ഐക്യമാകും. ഭഗവാന് സമർപ്പണം ചെയ്യുക. ഭഗവാൻ നിങ്ങളുടെ ജീവിത പാതയിലെ തേരാളിയാകും. നിങ്ങളുടെ തേർ ഭഗവാൻ നന്നായി ഓടിക്കും. നിങ്ങൾ ലക്ഷ്യത്തിൽ, അതായത് അനശ്വരമായ ആനന്ദത്തിൽ എത്തിച്ചേരും.